ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വ ഇലൈഹി ഉനീബ്. സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പാലിച്ച് മുത്തഖീങ്ങളായി ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുന്നു, വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ മുത്തഖീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങൾ വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ. അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിലും ഇതുപോലെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. സത്യവിശ്വാസികളായ നമ്മളോട് തന്നെ ചോദിക്കേണ്ട ചില ചോദ്യങ്ങളുണ്ട്. അതിലേറ്റവും ഗൗരവപ്പെട്ടതും പ്രാധാന്യമേറിയതുമായ ഒരു ചോദ്യമാണ്, ഞാൻ ആരാണ് എന്നത്. അതുപോലെ തന്നെ ഞാൻ എവിടെ നിന്നാണ് വന്നത് എന്ന ചോദ്യവും പ്രസക്തമാണ്. ഇപ്പോൾ ഇവിടെ ഞാൻ നിർവഹിക്കേണ്ടുന്ന ഉത്തരവാദിത്വങ്ങൾ എന്തൊക്കെ എന്ന ചോദ്യവും ഇതുപോലെ തന്നെ പ്രസക്തമായതാണ്. ഇനി എവിടേക്കാണ് എൻ്റെ തിരിച്ചുപോക്ക് എന്ന മറ്റൊരു ചോദ്യവും വളരെ പ്രസക്തമാണ്. ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം തൃപ്തികരമായി കണ്ടെത്തിയാൽ നമുക്ക് വിജയിക്കാൻ സാധിക്കും. വിശുദ്ധ ഖുർആൻ അല്ലെങ്കിൽ ഇസ്ലാം ഇതിന് കൃത്യമായ മറുപടി നൽകുന്നുണ്ട്. അപ്പം ഞാൻ ആരാണ് എന്ന ഒരു ചോദ്യം എടുക്കുക. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന മറുപടി ആത്മാവും ശരീരവും ചേർന്ന ദൈവികമായ സൃഷ്ടി എന്നാണ്. ആത്മാവ് അഥവാ റൂഹ് എന്ന് പറയുന്നത് ദൈവികമായ ഒരു സൃഷ്ടിയാണ്. ഈ ശരീരം എന്ന് പറയുന്നതും ദൈവികമായ സൃഷ്ടിയാണ്, പക്ഷേ ഭൗതികമായ പദാർത്ഥമാണ്. റൂഹ് അഥവാ ആത്മാവ് എന്ന് പറയുന്നത് അഭൗതികമായ ഒരു ദൈവിക സൃഷ്ടിയാണ്. അഭൗതികമായ ദൈവിക സൃഷ്ടിയും ഭൗതികമായ ദൈവിക സൃഷ്ടിയും ചേർന്ന ഒരു സമ്പൂർണ്ണ മനുഷ്യനാണ് ഞാൻ എന്നതാണ് വിശുദ്ധ ഖുർആനും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളുമൊക്കെ പരിശോധിക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്ന ഉത്തരം. റൂഹും ശരീരവും ചേർന്ന ഒരു സൃഷ്ടി. സ്വാഭാവികമായിട്ടും റൂഹിനെ സംബന്ധിച്ചൊക്കെ നമുക്ക് ആലോചനകൾ വരും. ശരീരം എന്ന് പറയുമ്പോൾ ഈ കാണുന്ന ഈ ബോഡിയാണ്. കണ്ണുകൊണ്ട് നമ്മൾ അതിനെ കാണുന്നു, നമുക്കതിനെ ചലിപ്പിക്കാൻ സാധിക്കുന്നു, നമുക്കതിനെ ചുമന്ന് നടക്കാനൊക്കെ സാധിക്കുന്നു. ശാരീരികമായ ചോദനകളൊക്കെ നമ്മൾ അനുഭവിക്കുന്നു, ആസ്വദിക്കുന്നു. പക്ഷെ ആത്മാവിനെ നമുക്ക് അഥവാ റൂഹിനെ നമുക്ക് കാണുവാൻ സാധിക്കുന്നില്ല. പക്ഷേ റൂഹ് ഉണ്ട്. അത് എവിടെ സ്ഥിതി ചെയ്യുന്നു നമുക്കതിനെ സംബന്ധിച്ച് കണ്ടുപിടിക്കാനോ മനസ്സിലാക്കാനോ സാധ്യമല്ല. സത്യത്തിൽ
നമ്മൾ ശരീരം പ്രാപിച്ച ഒരു മനുഷ്യൻ ആകുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ റൂഹ് ഇവിടെ ഉണ്ട്. ആലമുൽ അർവാഹ് എന്ന് പറയുന്ന റൂഹുകളുടെ ഒരു ലോകം, അതിനെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. സൂറത്ത് അഅറാഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ സമൂഹത്തെ മുഴുവൻ സൃഷ്ടിക്കുന്നതിന് മുമ്പുള്ള ഒരു കഥ പറയുന്നുണ്ട്. വഇദ അഖദ റബ്ബുക മിൻ ബനി ആദമ മിൻ ളുഹൂരിഹിം ദുർരിയതഹും വഅശ്ഹദഹും അലാ അൻഫുസിഹിം അലസ്തു ബിറബ്ബികും ഖാലൂ ബലാ ഷഹീദിന. സൂറത്ത് അഅറാഫിലെ 172 ആയതാണ്. നമ്മളൊക്കെ ജനിക്കുന്നതിന് മുമ്പ് ആലമുൽ അർവാഹിൽ വച്ച് നമ്മളെയൊക്കെ വിളിച്ചുണർത്തി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് ഒരു കരാർ മേടിക്കുന്നു. നമുക്കാർക്കും അത് ഓർമ്മയില്ല, പക്ഷെ നടന്ന ഒരു യാഥാർത്ഥ്യമാണ്. ആ കരാർ എന്താണ്? അലസ്തു ബി റബ്ബിക്കും. അള്ളാഹു ചോദിക്കുകയാണ് നമ്മളോട്, നിങ്ങളുടെ റബ്ബ് ഞാനല്ലേ? അപ്പോൾ ഞാനും നിങ്ങളും അടങ്ങുന്ന എല്ലാ മനുഷ്യരുടെയും ആത്മാക്കൾ ഒന്നടങ്കം ഉത്തരം പറഞ്ഞു. ഖാലൂ, അവർ പറഞ്ഞു, ബല, അതെ, ഷഹിദിന, ഞങ്ങൾ സാക്ഷ്യം വഹിക്കുന്നു. നമ്മൾ ഈ ഭൂമിയിലേക്ക് വരുന്നതിന് മുമ്പ് നടന്ന സംഭവമാണ്. പക്ഷെ നമുക്കത് വേണ്ട പോലെ ഓർമ്മയില്ല. പക്ഷെ അതൊരു യാഥാർത്ഥ്യമാണ്. എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ ഒരു കരാർ മേടിച്ചത്? അൻ തഖൂലു യൗമൽ ഖിയാമത്തി ഇന്നാ കുന്നാ അൻ ഹാദാ ഗാഫിലീൻ. നാളെ അല്ലാഹുവിൻ്റെ കോടതിയിൽ പരലോകത്ത് നിങ്ങൾ എത്തിച്ചേരുമ്പോൾ നിങ്ങൾ ആരും പറയരുത്, ഞങ്ങൾ അശ്രദ്ധരായിരുന്നു, ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ല, ഞങ്ങൾക്ക് അറിവില്ലായ്മ ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾ ആരും പറയാൻ പാടില്ല. അതിനു വേണ്ടിയാണ് നിങ്ങളെ ഭൂമിയിലേക്ക് അയക്കുന്നതിന് മുമ്പ് തന്നെ ഞാനൊരു കരാർ മേടിച്ചത്. ഈ കരാർ ഒരു യാഥാർത്ഥ്യമാണ്. എത്ര ദൈവത്തെ നിഷേധിച്ചാലും ഉള്ളിൻ്റെ ഉള്ളിൽ ദൈവികമായ ഒരു ചിന്ത, അതൊരു യാഥാർത്ഥ്യമാണ്. എനിക്കുണ്ടായ അനുഭവം നിങ്ങളുമായി പങ്കുവയ്ക്കാം. ദൈവത്തെ നിഷേധിച്ച ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന് ആരോഗ്യമുള്ള കാലഘട്ടത്തിൽ ദൈവമില്ല എന്ന് സ്ഥാപിക്കാൻ വേണ്ടി എഴുതുകയും പ്രസംഗിക്കുകയും ചെയ്ത ഒരു മനുഷ്യൻ. ആ മനുഷ്യൻ രോഗാവസ്ഥയിൽ പ്രായം ചെന്ന് രോഗത്തിൻ്റെ വേദനകൾ അനുഭവിച്ചുകൊണ്ട് കിടപ്പിലായി, മരണാസന്നനായി. രോഗത്തിൻ്റെ വേദനകൾ അദ്ദേഹത്തെ വല്ലാതെ അലട്ടുന്നു, ജീവിതത്തിൽ ഒറ്റപ്പെടുന്നു. അദ്ദേഹത്തെ കാണുവാൻ വേണ്ടി ആളുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. ആ കൂട്ടത്തിൽ ഒരു രോഗി സന്ദർശനം എന്ന നിലയിൽ അദ്ദേഹത്തെ ചെന്നിങ്ങനെ കാണുന്നു. എല്ലാവരെയും ഇങ്ങനെ നോക്കാൻ മാത്രമേ അദ്ദേഹത്തിന് സാധിക്കൂ, സംസാരിക്കാൻ കഴിയുന്നില്ല, വേദനകളുണ്ട്. പക്ഷെ ആ സമയത്ത് അറിഞ്ഞോ അറിയാതെയോ അദ്ദേഹത്തിൻ്റെ ചുണ്ടുകളിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ശബ്ദം എന്ന് പറയുന്നത് അല്ലാഹു എന്നതാണ്. അദ്ദേഹം അറിഞ്ഞോ അറിയാതെയോ അല്ലാഹുവിനെ വിളിക്കുന്നു. അത്രയും കാലം ജീവിച്ചതിൻ്റെ, ദൈവത്തെ നിഷേധിച്ചുകൊണ്ട് ജീവിച്ചതിൻ്റെ കുറ്റബോധമായിരിക്കാം അറിയാതെ അല്ലാഹു എന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പച്ചയായ മനുഷ്യനെയാണ് ആ സന്ദർഭത്തിൽ കാണുവാൻ സാധിച്ചത്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? നമ്മൾ എത്ര നിഷേധിച്ചാലും പണ്ട് സമ്മതിച്ചതാണ്, നമ്മുടെ ആത്മാവ് അല്ലാഹുവിനെ കണ്ടിട്ടുണ്ട്, നമ്മുടെ ആത്മാവ് അല്ലാഹുവുമായി സംസാരിച്ചിട്ടുണ്ട്, നമ്മുടെ ആത്മാവ് അല്ലാഹുവോട് കരാർ ചെയ്തിട്ടുണ്ട്. ഖാലൂ ബലാ വശഹിദിന അലസ്തു ബിറബ്ബിക്കും. ഇത് വിശുദ്ധ ഖുർആനാണ് പറയുന്നത്. അപ്പോൾ ആലമുൽ അർവാഹ്, റൂഹുകളുടെ ലോകം,
നമ്മൾ അവിടെയായിരുന്നു ഒരു കാലഘട്ടം കഴിച്ചു കൂട്ടിയത്, നമുക്കത് ഓർമ്മയില്ല. അതിനെ സംബന്ധിച്ചും അള്ളാഹു പറയുന്നു, ഹൽ അതാ അലൽ ഇൻസാൻ ഹീനും മിനദ് ദഹർ ലം യകുൻ ശൈഅൻ മദ്കൂറ. നിങ്ങൾ നിങ്ങളുടെ ഈ രൂപം പ്രാപിക്കാതെ മനുഷ്യനാണ് എന്ന് പോലും പറയാൻ സാധിക്കാത്ത ഒരവസ്ഥയിൽ ഒരു കാലഘട്ടം നിങ്ങൾ കഴിച്ചു കൂട്ടിയിട്ടുണ്ട്. അത് ആലമുൽ അർവാഹാണ്. നമ്മുടെ യാത്ര അവിടെ നിന്നാണ് ആരംഭിച്ചത്. ആലമുൽ അർവാഹിൽ നിന്ന് മാതാവിന്റെ ഗർഭാശയം എന്ന മറ്റൊരു ലോകം, അതിന് അറബിയിൽ പറയുന്ന പേര് ആലമുൽ അർഹാം എന്നാണ്. അർഹാം എന്ന വാക്കിന്റെ അർത്ഥം കാരുണ്യത്തിന്റെ കൂട് എന്നാണ്. ഗർഭാശയം, മാതാവിന്റെ ഗർഭാശയം, നമ്മൾ അവിടേക്കാണ് വന്നത്. മാതാവിന്റെ ഗർഭാശയത്തിൽ നമുക്ക് ഭാഗികമായിട്ട് ശരീരമുണ്ട്. എന്നാൽ ആലമുൽ അർവാഹിൽ നമുക്ക് ശരീരമില്ല. അപ്പൊ നമ്മൾ ശരീരമില്ലാതെ ജീവിച്ചു, ഗർഭാശയത്തിൽ ഭാഗികമായിട്ട് ശരീരത്തോടെ ജീവിച്ചു. ഒരു 10 മാസോ മറ്റായപ്പോ നമ്മൾ ദുനിയാവിലേക്ക് ഇതാ വന്നിരിക്കുന്നു. ആലമുദ്ദുനിയ, ഇത് 3ാമത്തെ ഘട്ടമാണ്. ഈ ഒരു യാത്രയെ സംബന്ധിച്ച് നമ്മൾ ആരെങ്കിലും എപ്പോഴെങ്കിലും ചിന്തിക്കാറുണ്ടോ? ഞാനിങ്ങനെ ഒരുപാട് യാത്ര ചെയ്ത് വന്നവനാണ്. ഇപ്പോ നമുക്ക് ശരീരമുണ്ട്, നമുക്ക് റൂഹുണ്ട്, അതോടൊപ്പം ശരീരമുണ്ട്. ശരീരമില്ലാതെ റൂഹ് മാത്രമായി. കുറച്ച് ശരീരമുള്ള അവസ്ഥയിൽ റൂഹിന്റെ കൂടെ ഇപ്പോ ശരീരം പരിപൂർണമായ ശരീരമുള്ള അവസ്ഥയിൽ ദുനിയാവിൽ ഇപ്പോ നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നു. ആലമുദ്ദുനിയ. ഈ യാത്ര ഇവിടെയൊന്നും അവസാനിക്കുന്നില്ല. നമ്മൾ ഇനി ഒരു ഇടത്താവളം അവിടേക്ക് പോകും. ആ ഇടത്താവളം, അതിന്റെ പേരാണ് ആലമുൽ ബർസഖ് അഥവാ ഖബർ ജീവിതം. ബർസഖ് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ഇടത്താവളം എന്നാണ്. തൽക്കാലം തങ്ങാനായിട്ട് മറ്റൊരു ജീവിതം അവിടേക്ക് പ്രവേശിക്കണം. തൽക്കാലം തങ്ങുവാനുള്ള ഒരു ഇടത്താവളമാണ് ആലമുൽ ബർസഖ്. നമ്മൾ അവിടേക്ക് പ്രവേശിക്കും. ഈ ആലമുൽ ബർസഖിൽ നമുക്ക് ശരീരമില്ല. നമ്മുടെ ശരീരം മണ്ണിലേക്ക് ലയിച്ചു ചേരും. നമ്മുടെ ആത്മാവ് അവിടെയുണ്ട്. വീണ്ടും ശരീരമില്ലാതെ ആത്മാവ് മാത്രമായി ഒരു ജീവിതം. എത്ര കാലം ജീവിക്കുമെന്ന് അള്ളാഹുവിന് മാത്രമേ അറിയൂ. പിന്നെ അവിടെ നിന്നാണ് ആലമുൽ ആഖിറ, പരലോകത്തിലേക്കുള്ള നമ്മുടെ പ്രയാണം ആരംഭിക്കുന്നത്. അപ്പോൾ ആത്മാവിന് മരണമില്ല. ശരീരം ഇടയ്ക്കൊക്കെ നശിക്കും, പിന്നെയും കൂടിച്ചേരും. അങ്ങനെയുള്ള ഒരു യാത്രയാണ് ഈ ജീവിതം എന്ന് പറയുന്നത്. മരണമില്ലാത്ത ഒരു സൃഷ്ടിയാണ് ആത്മാവ്. ഒരു മയ്യത്ത് അല്ലെങ്കിൽ ഒരു മരണം സംഭവിച്ചു കഴിയുമ്പോൾ നമ്മളൊക്കെ പറയുന്ന ഒരു പ്രാർത്ഥനാ വാചകമുണ്ട്, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ആ പ്രാർത്ഥനാ വാചകത്തിന്റെ അർത്ഥമൊന്ന് പഠിച്ചാൽ മതി. അവിടെ നശിക്കുക എന്ന ഒരു പ്രയോഗമില്ല, മറിച്ച് ഞങ്ങളൊക്കെ അള്ളാഹുവിങ്കിൽ നിന്ന് വന്നവരാണ്, ഞങ്ങളുടെ മടക്കം അള്ളാഹുവിലേക്കാണ്. അവിടെ മടക്കമാണ്, ഒരു നാശം എന്ന് പറയുന്നില്ല, ഒരു തിരിച്ചുപോക്കാണ്. അതേപോലെ മരിച്ചു കഴിയുമ്പോൾ ഖബറടക്കുമ്പോൾ 3 പിടി മണ്ണ് നമ്മൾ ഇടാറുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ്. ആ 3 പിടി മണ്ണിടുമ്പോൾ ഒരു പ്രാർത്ഥനയുണ്ട്. ഓരോ പിടി മണ്ണ് ഇടുമ്പോഴും ഓരോ പ്രാർത്ഥനകളാണ്. മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറതൻ ഉഖ്റ. അതിന്റെ അർത്ഥം ഒന്ന് ഗ്രഹിച്ചാൽ മതി. ഈ മണ്ണിൽ നിന്നാണ് നീ ഞങ്ങളെ സൃഷ്ടിച്ചത്. ഈ മണ്ണിലേക്ക് തന്നെയാണ് നീ ഞങ്ങളെ വീണ്ടും മടക്കിയിരിക്കുന്നത്. ഈ മണ്ണിൽ നിന്നു തന്നെയാണ് നീ ഞങ്ങളെ വീണ്ടും പുറത്തേക്ക് കൊണ്ടുവരുന്നത്. അപ്പൊ നാശമില്ല, നശിച്ചു പോകുന്നില്ല എന്നതാണ് ഈ പ്രാർത്ഥനകളൊക്കെ നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പൊ ആത്മാവിന് മരണമില്ല. മരണമില്ലാതെ തുടരുന്ന ഒരു അസ്തിത്വമാണ്, സൃഷ്ടിയാണ് ആത്മാവ്.
ആത്മാവിനെ സംബന്ധിച്ച് ഒരുപാട് ഗവേഷണങ്ങളും പഠനങ്ങളും ഒക്കെ നടന്നിട്ടുണ്ട്. എവിടെയാണ് ആത്മാവ്, എങ്ങനെയാണ് ആത്മാവ്, അതിന്റെ രൂപം എങ്ങനെ? പക്ഷേ വിശുദ്ധ ഖുർആൻ സൂറത്ത് അൽ ഇസ്ര, മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലും ഇതേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതുപോലെ ചോദ്യങ്ങളൊക്കെ വന്നു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ ചോദിക്കുകയാണ്, വയസ്അലൂനക അനിർ റൂഹ്. സൂറത്ത് അൽ ഇസ്രയിലെ 85-ാമത്തെ ആയതാണ്. വയസ്അലൂനക, നിന്നോട് അവർ ചോദിക്കുന്നു, അനിർ റൂഹ്, ആത്മാവിനെ സംബന്ധിച്ച്, റൂഹിനെ സംബന്ധിച്ച് നിന്നോട് അവർ ചോദിക്കുന്നു. എന്താണ് റൂഹ്, എന്താണ് ആത്മാവ്, അതിനെക്കുറിച്ചുള്ള സംശയം നിന്നോട് അവർ ചോദിക്കുന്നു. പ്രവാചകരെ താങ്കൾ പറയുക, കുൽ അർറൂഹു മിൻ അംരി റബ്ബി, എൻ്റെ റബ്ബിന്റെ ഒരു കാര്യമാണത്, എൻ്റെ റബ്ബുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. വമാ ഊതീതും മിൻ ഇൽമിൻ ഇല്ലാ ഖലീൽ, നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന അറിവ് വളരെ കുറച്ചു മാത്രമാണ്, അതുകൊണ്ട് അതിനെ സംബന്ധിച്ച് ആരും കടന്ന് ചിന്തിക്കേണ്ടതില്ല എന്ന ഉത്തരമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിരിക്കുന്നത്. അപ്പോൾ റൂഹിനെ സംബന്ധിച്ച് കടന്ന് ചിന്തിക്കേണ്ടതില്ല, റബ്ബിന്റെ കാര്യമാണ്, ദൈവികമാണ്, ദൈവികമായ ഒരു അറിവുമായി ബന്ധപ്പെട്ടതാണ്. ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി, അതുപോലെ പ്രഗത്ഭരായ മറ്റ് പണ്ഡിതന്മാർ, ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു, ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി, ഇവരൊക്കെ ഈ റൂഹുമായി ബന്ധപ്പെട്ട ഗവേഷണ പഠനങ്ങളൊക്കെ നടത്തിയവരാണ്. അവര് തന്ന ഉത്തരവും ഇത് തന്നെ, ദൈവികമാണ്, അതിനെ സംബന്ധിച്ച് കടന്നാരും ചിന്തിക്കേണ്ടതില്ല, ദൈവികമായ ഒരു അസ്തിത്വമാണ് എന്നതിനപ്പുറത്തേക്ക് മറ്റൊരു ഉത്തരവും അവർ നൽകിയിട്ടില്ല. ഇതാണ് നമ്മുടെ ഈ ആത്മാവ് എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, ഒരു ഗൗരവപ്പെട്ട മറ്റൊരു ചോദ്യം കൂടിയുണ്ട്. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഈ ശരീര പ്രധാനമാണോ അല്ലെങ്കിൽ ആത്മാവുമായി ബന്ധപ്പെട്ടതാണോ? ഏതിനാണ് പ്രാധാന്യം? ഭൗതികവാദികൾ, യുക്തിവാദികൾ, ദൈവനിഷേധികൾ അവർ പറയുന്നു ജീവിതം എന്ന് പറയുന്നത് ശരീര പ്രാധാന്യമാണ്. ശരീരത്തിന്റെ താല്പര്യങ്ങൾ, ശരീരത്തിന്റെ ആഗ്രഹങ്ങൾ, അത് പൂർത്തീകരിക്കലാണ് ജീവിതം. അതിനുവേണ്ടി എന്തും ചെയ്യാം. ശരീരത്തിന്റെ കാമനകൾ, ശരീരത്തിന്റെ ആഗ്രഹങ്ങൾ, ശരീരത്തിന്റെ ഇച്ഛകൾ, അത് പൂർത്തീകരിക്കണം. എനിക്ക് മദ്യം കഴിക്കണം, അത് ശരീരത്തിന്റെ ആഗ്രഹമാണ്. എനിക്ക് വ്യഭിചരിക്കണം, അത് ശരീരത്തിന്റെ ആഗ്രഹമാണ്. അത് പൂർത്തീകരിക്കലാണ് ജീവിതത്തിന്റെ മൗലികമായ ലക്ഷ്യമായിട്ട് ഭൗതികവാദികൾ മുന്നോട്ട് വയ്ക്കുന്ന ആശയം. എന്നാൽ ഇസ്ലാം പറയുന്നു, അല്ല, ശരീര കാമനകളുടെ പൂർത്തീകരണമല്ല ജീവിതം, അത് ആത്മീയ പ്രാധാന്യമുള്ളതാണ്, അത് ആത്മാവുമായി ബന്ധപ്പെട്ടതാണ്. ശരീരത്തിന്റെ ആഗ്രഹങ്ങൾക്ക് പുറകെ സഞ്ചരിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ പടച്ച തമ്പുരാൻ പറഞ്ഞത് കൽ അൻആം എന്നാണ്, നാൽക്കാലികളെ പോലെ. ബൽഹും അളല്ലു സബീല, ഈ നാൽക്കാലികളെക്കാൾ മോശപ്പെട്ടവരാണ് അവര്. പക്ഷെ ആത്മാവിനാണ് വനഫ്സിൻ വമാ സവ്വാഹാ ഫഅൽഹമഹാ ഫുജൂറഹാ വതഖ്വാഹാ, നിരന്തരം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരായത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആത്മാവിനെ പിടിച്ച് ആണയിടുന്നു. വനഫ്സിൻ വമാ സവ്വാഹാ, ആത്മാവാണ് സത്യം, റൂഹാണ് സത്യം, അതിനെ നേരെ ചൊവ്വെ ആക്കിയവനാണ് സത്യം. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ആത്മാവ് ഒരിക്കലും മോശപ്പെട്ട ഒരു കാര്യം ചെയ്യാൻ നമ്മളോട് പറയില്ല. കാരണം വമാ സവ്വാഹാ, അതിനെ പടച്ചവൻ നേരെ ചൊവ്വയാക്കിയിരിക്കുന്നു. ഒരു ഉദാഹരണം പറയാം. ഞാനൊരു പാപം ചെയ്തു എന്ന് വിചാരിക്കുക. എൻ്റെ ശരീരത്തിന്റെ താല്പര്യത്തിന് പ്രാധാന്യം കൊടുത്ത് ഞാനൊരു പാപം ചെയ്താൽ, ആ പാപം ചെയ്ത് കഴിയുമ്പോൾ എൻ്റെ മനസ്സെന്നോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, എൻ്റെ ആത്മാവ് എന്നെ വിമർശിക്കും, നീ ചെയ്തത് തെറ്റാണ്. എൻ്റെ മനസ്സെന്നെ കുറ്റപ്പെടുത്തും, എനിക്ക് ഒരു പക്ഷേ രാത്രി കിടന്ന് ഉറങ്ങാൻ കഴിയില്ല. ഈ കുറ്റപ്പെടുത്തൽ എവിടെ നിന്നുണ്ടായി? നമ്മൾ അതിനെ മനസാക്ഷി കുത്ത് എന്ന് പറയും. അത് എവിടെ നിന്ന് സംഭവിച്ചു? എൻ്റെ ആത്മാവ് ഒരിക്കലും തിന്മയുടെ പക്ഷത്ത് നിൽക്കില്ല. കാരണം വമാ സവ്വാഹാ, അള്ളാഹു അതിനെ നേരെ ചൊവ്വയാക്കിയിരിക്കുന്നു.
ആത്മാവിനെ കുറ്റമറ്റതാക്കിയിരിക്കുന്നു. എന്റെ ആത്മാവ്, എന്റെ റൂഹ് കുറ്റമറ്റതാണ്, അത് നന്മയുടെ പക്ഷത്തെ നിൽക്കൂ. ഈ കുറ്റപ്പെടുത്തുന്ന മനസ്സ്, വിമർശിക്കുന്ന മനസ്സ്, എന്നെ ആക്ഷേപിക്കുന്ന മനസ്സ്, നമുക്കൊക്കെ അനുഭവങ്ങൾ ഉണ്ടാകാം. അത് ആത്മാവിൻ്റെ പ്രതികരണമാണ്, അത് ആത്മാവിൻ്റെ വിമർശനമാണ്. ശരീരം പക്ഷെ അങ്ങനെയല്ല. ശരീരം മോശമായത് ആഗ്രഹിക്കും, മോശമായത് ചെയ്യും, അതിൽ തൃപ്തിപ്പെടും. ഈ ശരീരം നമ്മെ ഒരിക്കലും വിമർശിക്കില്ല. എത്ര പാപം ചെയ്താലും ഈ ശരീരം പിന്നെയും പിന്നെയും പാപം ചെയ്യാൻ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും. എന്നാൽ ആത്മാവ് അങ്ങനെയല്ല. പക്ഷേ പാപങ്ങൾ ചെയ്തു ചെയ്തു ചെയ്ത് ആത്മാവിൻ്റെ വിമർശനം കുറഞ്ഞ് നമ്മൾ പരിപൂർണ പാപിയായിട്ട് മാറുകയും ചെയ്തേക്കാം. ആത്മാവിൻ്റെ വിമർശനത്തെ ചവിട്ടി മെതിക്കുക, ചവിട്ടി താഴ്ത്തുക എന്ന ഒരു പ്രയോഗം വിശുദ്ധ ഖുർആൻ നടത്തിയിട്ടുണ്ട്. വമൻ ഖാബ മൻ ദസ്സാഹ. ആത്മാവിനെ ആര് ചവിട്ടി തകർത്ത് കളഞ്ഞുവോ അവർ പരാജയപ്പെട്ടു. എന്താ അതിന്റെ അർത്ഥം? തിന്മ ചെയ്തപ്പോ ആദ്യം ആത്മാവ് വിമർശിച്ചു, അത് മൈൻഡ് ചെയ്യാതെ പിന്നെയും തിന്മ, മൈൻഡ് ചെയ്യാതെ പിന്നെയും തിന്മ. അവസാനം ആത്മാവിന്റെ വിമർശനം കുറഞ്ഞു വന്നു, ആത്മാവിനെ ചവിട്ടി മെതിച്ചു, തകർത്തു. അപ്പൊ ആത്മവിമർശനം എന്ന ഒരു സംഗതിയുണ്ട്. അതിനെ ചവിട്ടി മെതിച്ചാൽ പിന്നെ കൊടും പാപിയായിട്ടായിരിക്കും നമ്മളൊക്കെയും ജീവിക്കുക. അതുകൊണ്ട് അങ്ങനെ സംഭവിക്കാൻ പാടില്ല. ആത്മാവിന് ഭക്ഷണം വേണം, ഈ ശരീരത്തിന് ഭക്ഷണം വേണം, ഇതിനെ പുഷ്ടിപ്പെടുത്തണം. ശരീരത്തിന്റെ ഭക്ഷണമാണ് നമ്മൾ കഴിക്കുന്ന ആഹാരം. ആത്മാവിനും ഭക്ഷണം വേണം. ആത്മാവിന്റെ ഭക്ഷണമാണ് ആത്മീയമായ കാര്യങ്ങൾ. ആത്മാവിന് സന്തോഷം കിട്ടണം, ആത്മാവിന് സംതൃപ്തി കിട്ടണം, ആത്മാവിന് സ്വസ്ഥത കിട്ടണം. നമ്മൾ അതിനെ മനസ്സമാധാനം എന്ന് പറയും, മനസ്സുഖം എന്ന് പറയും, ആത്മനിർവൃതി എന്ന് പറയും. അതെങ്ങനെ കിട്ടും? ആഹാരം കഴിച്ചാൽ കിട്ടില്ല, ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ കിട്ടില്ല. അത് ലഭിക്കണമെങ്കിൽ ആത്മാവിന്റെ സൃഷ്ടാവായ ദൈവവുമായിട്ട്, അള്ളാഹുവുമായിട്ട് അഗാധമായ ബന്ധം വേണം. ആ ദൈവസ്മരണ വേണം. അലാ ബിദിക്രില്ലാ തത്മഇന്നൽ ഖുലൂബ്. ദൈവസ്മരണ കൊണ്ട് മാത്രമേ നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് മനഃശാന്തി കിട്ടുകയുള്ളൂ. അശാന്തരായി മനുഷ്യർ അലയുന്ന ഒരു കാലഘട്ടമാണ്. ഇഷ്ടം പോലെ തിന്നാനുണ്ട്, കുടിക്കാനുണ്ട്, ഇഷ്ടം പോലെ സുഖകരമായി ജീവിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. പക്ഷെ ഒന്നു മാത്രമില്ല, അതേതാണ്? മനസ്സമാധാനമാണ്. എന്തുകൊണ്ടില്ല? ആത്മീയതയുടെ കുറവാണ്. ആത്മാവിനെ പരിഗണിക്കാതെ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. ഈ കാലഘട്ടം അങ്ങനെയാണ്. ആത്മാവിനെ പരിഗണിക്കാതെ ശരീരത്തെ മാത്രം പരിഗണിക്കുന്ന, ശരീരത്തിന്റെ സൗന്ദര്യത്തെ മാത്രം സംരക്ഷിക്കുന്ന ഒരു കാലഘട്ടം. അതിനുവേണ്ടി മാത്രമേ നിയമങ്ങളുള്ളൂ. ഒരു നിയമം പോലും ആത്മാവിന് വേണ്ടിയില്ല. അവിടെയാണ് ഇസ്ലാം ഇടപെട്ടത്. ഖദ് അഫ്ലഹ മൻ സക്കാഹ. ആത്മാവിനെ സംസ്കരിച്ചവർ വിജയിച്ചു. ആത്മാവിന്റെ ഭക്ഷണമാണ് നമസ്കാരം, ആത്മാവിന്റെ ഭക്ഷണമാണ് വിശുദ്ധ ഖുർആൻ പാരായണം. രാവിലെ എഴുന്നേറ്റ് സുബഹി നമസ്കാരം കഴിഞ്ഞ് അല്ലെങ്കിൽ സുബഹിക്ക് മുമ്പ് അല്പനേരം സ്വസ്ഥമായി വിശുദ്ധ ഖുർആൻ ഒന്ന് പാരായണം ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒരു സംതൃപ്തിയുണ്ട്, നിർവൃതിയുണ്ട്. നമുക്കത് എവിടെ നിന്നും വേറെ കിട്ടില്ല, ലോകത്താർക്കും തരാൻ കഴിയില്ല. അത്രമാത്രം വലിയ സംതൃപ്തിയും സമാധാനവും ആത്മാവിന് കിട്ടുന്നു. എങ്ങനെ? അല്പനേരം അള്ളാഹുവിന്റെ അടുക്കൽ ഇരുന്നു, അള്ളാഹുവുമായി സംസാരിച്ചു, എൻ്റെ പ്രശ്നങ്ങളൊക്കെ അള്ളാഹുവോട് പറഞ്ഞു, എൻ്റെ ആവലാദികളും വേവലാദികളും അള്ളാഹുവുമായി പങ്കുവച്ചു. ഞാൻ വിശുദ്ധ ഖുർആൻ കുറച്ച് പാരായണം ചെയ്തു. എൻ്റെ ജീവിതം അവിടെ നിന്ന് ആരംഭിക്കുന്നു. ഹയ്യ അലസ് സ്വലാ എന്ന് വിളിക്കുമ്പോൾ നമസ്കാരത്തിലേക്ക് ഓടി വരുന്നു. നമസ്കാരം എന്ന കാര്യത്തിൽ കഴിഞ്ഞ ഖുതുബയിൽ സൂചിപ്പിച്ച പോലെ ജാഗ്രത ആ വിഷയത്തിൽ കാണിക്കുന്നു. പള്ളിയിലേക്ക് വരുന്നു, നമസ്കാരം നിർവഹിക്കുന്നു, നോമ്പെടുക്കുന്നു, ദിക്റുകൾ ഔറാദികളൊക്കെ നിർവഹിക്കുന്നു, തസ്ബീഹുകളൊക്കെ ചൊല്ലുന്നു. ഇത് ആത്മാവിന്റെ ഭക്ഷണമാണ്. സന്തോഷത്തോടെയും സംതൃപ്തിയോടെയും എനിക്ക് ജീവിക്കാൻ കഴിയുന്നു. അപ്പൊ ആത്മാവിനെ പരിഗണിക്കാതെ മുന്നോട്ട് പോയാൽ അത് അപകടമാണ്. അത് ചെറിയ ഒരു അപകടമല്ല, അത് വലിയ ഒരു അപകടമാണ്. അത് ജീവിതം മുഴുവൻ തകർന്നു പോകലാണ്, മനസ്സമാധാനം കിട്ടാതെ പ്രയാസപ്പെടലാണ്. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹം അനുഭവിച്ച പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ നമുക്കറിയാം.
സ്വന്തം മക്കളെ ഒന്ന് ഓമനിക്കാൻ പോലും, ആൺമക്കളെ ഓമനിക്കാൻ പോലും അദ്ദേഹത്തിന് കിട്ടിയില്ല. ഖാസിം ഇബ്രാഹിം അബ്ദുള്ള അദ്ദേഹത്തിന്റെ മടിയിൽ കിടന്നാണ് മരണപ്പെട്ടത്. സ്വന്തം ഭാര്യമാർ, സ്വന്തം പെൺമക്കൾ, താൻ ഏറെ സ്നേഹിച്ച ഭാര്യ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ അവരൊക്കെ മരണപ്പെടുന്നു. അദ്ദേഹം ജീവിച്ചിരിക്കാതെ അദ്ദേഹത്തിന്റെ മകൾ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ ഒഴികെ ബാക്കിയുള്ള മക്കളൊക്കെയും മരണപ്പെടുന്നു. അസ്വസ്ഥനായി പ്രവാചകൻ, അശാന്തനായി പ്രവാചകൻ, കരയാൻ തുടങ്ങി. എല്ലാവരും പ്രവാചകരെ കളിയാക്കുന്നു. വേരറ്റവൻ, കുറ്റിയറ്റവൻ, പുതിയ മതം കൊണ്ടുവന്നു, ബിദ്അത്തുണ്ടാക്കി, ഞങ്ങളുടെ പാരമ്പര്യങ്ങളെ മുഴുവൻ തകർത്തു. കുടുംബക്കാർ, സമൂഹം എല്ലാവരും പ്രവാചകരെ ഒറ്റപ്പെടുത്തി. ആ ഒറ്റപ്പെടുത്തൽ ഒരു ഭാഗത്ത്, തന്റെ വേണ്ടപ്പെട്ടവരൊക്കെ മരിച്ചു പോകുന്നു മറ്റൊരു ഭാഗത്ത്, ദൈവങ്ങളെ ആക്ഷേപിച്ചു, ലാത്ത ഉസ്സ മനാത്ത ഹുബുന് പോലെയുള്ള വിഗ്രഹങ്ങളെ കളിയാക്കിയതിന്റെ അനന്തര ഫലമാണെന്ന് ഒരു ഭാഗത്ത്. എല്ലാ വിമർശനങ്ങളുടെയും കൂരമ്പുകൾ പ്രവാചകൻ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കെ തകർന്നു പോകുന്ന പ്രവാചകൻ. ആ സന്ദർഭത്തിൽ ആത്മീയതയില്ലാത്ത ഒരു മനുഷ്യൻ എങ്ങനെ അത് അതിജീവിക്കും? ഉത്തരം പറയണം. ആത്മീയതയില്ലാത്ത, ആത്മാവിനെ പരിഗണിക്കാത്ത ഒരു മനുഷ്യൻ ഈ ഒരു മഹാപ്രതിസന്ധിയെ മറികടന്ന് മുന്നോട്ട് പോകേണ്ടതുണ്ടല്ലോ. എങ്ങനെ മുന്നോട്ട് പോകും? അവിടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇടപെട്ടത്. ഇന്നാ അതൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ. അല്ലാഹു നബിയോട് പറയാം, നിനക്ക് എത്രയോ വേറെ അനുഗ്രഹങ്ങളുണ്ട്. ഫസല്ലി, നീ നമസ്കരിക്കൂ, അഥവാ നിന്റെ ആത്മാവിന് കൊടുക്കേണ്ട ഭക്ഷണം കൊടുക്കൂ. അതോടെ നിന്റെ പ്രയാസങ്ങളൊക്കെ മാറും, നീ പൂർവാധികം ശക്തി പ്രാപിക്കും. ഇങ്ങനെ വിശുദ്ധ ഖുർആനിൽ ധാരാളം ആയത്തുകൾ കാണാൻ കഴിയും. അതുകൊണ്ട് പ്രിയ വിശ്വാസി സഹോദരങ്ങളെ, സഹോദരികളെ, ആത്മാവാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം, ശരീരമല്ല. ആത്മാവിനെയാണ് നമ്മൾ പരിപാലിക്കേണ്ടതും സംരക്ഷിക്കേണ്ടതും. ആത്മാവിന് കൊടുക്കേണ്ട ഭക്ഷണമാണ് കൊടുക്കേണ്ടത്. അങ്ങനെ കൊടുത്താൽ നിറപുഞ്ചിരിയോടെ നമുക്ക് നമ്മുടെ മരണം വരെ മുന്നോട്ട് പോകാൻ സാധ്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആത്മാവിനെ പരിഗണിച്ചുകൊണ്ടുള്ള യഥാർത്ഥ ജീവിതം നയിക്കാൻ എന്നെയും നിങ്ങളെയും പ്രത്യേകമായി സഹായിക്കുമാറാകട്ടെ. വാഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.